നമസ്തേ. നമുക്ക് ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റ് ഇക്കായി 1 ഇക്കായി 1 ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ബീർ ബഹൂട്ടി കഹാനിയാണ്. പ്രഭാത് ആണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പാഠം ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗം ടിപ്പണി കുറിപ്പാണ്. നരേഷ് സക്സേന എന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ടൂട്ടാ പഹിയ എന്ന ഒരു കവിതയാണ് ധർമ്മവീർ ഭാരതി എഴുതിയിരിക്കുന്നു. നമുക്കിപ്പോൾ പഠിക്കാനുള്ള പാഠം ബീർ ബഹൂട്ടി എന്ന കഥ. തുടങ്ങാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उसमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पत्तों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. बादल बहुत बरस लिए थे. बादल മേഘം, ബരസ് ലിയേ थे പെയ്യുക, വർഷിക്കുക. അപ്പോൾ മഴ നന്നായി പെയ്തിട്ടുണ്ട്. ഫിർ ബി ബഹുത് സാരാ പാനി ഉന്മേം ബച്ചാ ഹുവാ താ, എങ്കിലും വെള്ളം അവിടെ കെട്ടി നിന്നിരുന്നു, ഇല്ലെങ്കിൽ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആകാശത്ത് മഴ മുഴുവനായിട്ടും പെയ്ത് തീർന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് ഇനിയും മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, മഴമേഘങ്ങൾ ഇനിയും ഉണ്ട് എന്ന് പറയുകയാണ്. അതിനൊരു പറയാണ് എവിടേക്കാ മഴമേഘങ്ങൾ കാണുന്നത്. വേ ഖേത്തവും കൃഷിയിടങ്ങളിലെ, ജംഗളവും കാടുകളില്, ഊപ്പർ ഛായേ ഹുവേ ഥേ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കാണ് മഴമേഘങ്ങള്. വയലിലും കാടിനും മീതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു കാഴ്ച. സാരാ ആകാശ് മേഘോ സേ ഭരാ ഥാ, ആകാശം മുഴുവനും, മേഘം മുഴുവനും, ബാദലോ മേഘോ സേ ഭരാ ഥാ ആകാശത്ത് മുഴുവനും കാർമേഘങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. മേഘോ കി ഛായാവും ഗീലി ഹവായും ഇധർ ഉധർ ഘൂം രഹി ഥി, അതുപോലെ തന്നെ ഗീലി ഹവ നനുനനുത്ത കാറ്റ് എന്നൊക്കെ പറയും. തണുത്ത കാറ്റ് ആ മേഘത്തിലെ നിന്നും ചുറ്റിക്കൊണ്ടിരിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇധർ ഉധർ ഘൂമിനുള്ള ചുറ്റുപാടും ഉണ്ടായിരുന്നു. അത് അടുത്തൊരു മഴ വരാനുള്ളൊരു തണുത്ത കാറ്റ് അവിടെ ഉണ്ട്. പേടോക്കെ തന്നെ അഭിബി ഗീലേ ഥേ, അതുപോലെ തന്നെ പറയുന്ന വൃക്ഷങ്ങളുടെ തനിമന തടി എന്നൊക്കെ അർത്ഥം, കൊമ്പുകൾ, ശാഖകൾ, ഇതിലെല്ലാത്തിലും അഭിബി ഗീലേ ഥേ, ആ തടിയൊക്കെ എപ്പോഴും നനഞ്ഞിരിക്കുക. അപ്പം മഴ പെയ്ത് തീർന്നാലും തണുപ്പും ഇല്ലെങ്കിൽ ആ മഴ കഴിഞ്ഞു വരുന്നതായ ഈർപ്പവും അവസ്ഥയൊന്നും അവിടെ മാറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. മൂങ്ഫലിയോ കെ ഹരേ ഖേത്തോമേ പീലെ ഫൂൽ അഭി ഭി ഗീലേ ഥേ, അതുപോലെ മൂങ്ഫലി കപ്പലണ്ടി നട്ടം. അപ്പൊ നിലക്കടല, അതിൻ്റെ പാടുണ്ട്. ഖേത്ത് പറഞ്ഞ പാടം, ആ വയലിലെ പീലെ ഫൂൽ, അപ്പൊ അതിൻ്റെ പൂക്കളുടെ നിറം മഞ്ഞയാണ്. ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഇപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞിട്ടും അതിൽ നിന്നും വെള്ളം ഊർന്നു പോകാത്തോണ്ട് ഇപ്പോഴും അത് നനഞ്ഞിരിപ്പുണ്ട്. ഗീലെ മന നനവ്. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാഥ, ബാജ്ര ഒരു ഭക്ഷണ ധാന്യമാണ്. ഈ ചോളം ഒക്കെ പോലെ തന്നെയുള്ള ഒന്നാണ് ആ ബാജ്ര. അത് അതിൻ്റെ വയല്, അതിൻ്റെ കൃഷിയിടത്തിലും ബാജ്രയൊക്കെ ഉണ്ടായി നിൽക്കുന്നൊരു കാഴ്ച. ബാജ്രയ്ക്ക് ലംബെ പത്തലേ പാത്തോമയും, പാത്തേമന പത്താനർത്ഥം, ഇലകള്. അതിൻ്റെ ഇലകൾ ലംബയാണ്, നീളമുള്ള ഇലകളാണ്. നമ്മുടെ കരിമ്പിൻ്റെ ഒക്കെ ഇല പോലെ തന്നെയുള്ള ഒരു നീളമുള്ള ഇലകളാണ് അതിലെ. നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും. അതിലെ ആ ഇലകളില് പാനിക്ക് ബൂന്തേം അട്ക്കി ഹുയി ഥി, അതിൻ്റെ നീളമുള്ള ഇലകളില് ഈ പാനിക്ക് ബൂന്തം, ഈ വെള്ളത്തിൻ്റെ വെള്ളത്തുള്ളികള് ഇപ്പോഴും തൂങ്ങി കിടക്കുന്ന കാഴ്ച, അതായത് ഉറ്റിറ്റ് വീഴുന്നൊരു കാഴ്ച അവിടെയുണ്ട്. ബാരിഷ് കി ഹവാമേ ഗീലേ ഖേത്തോം, അതുപോലെ തന്നെ ആ മഴ പെയ്യുന്ന സമയത്തുള്ള കാറ്റിൽ ഗീലേ ഖേത്തോം ഓർ ബാരിഷ് കി ഹലിയാലി കി ഗന്ധ് തുലി ഹുയി ഥി, ആ പാടത്തിലെ നനവും അതുപോലെ തന്നെ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, ആ ചുറ്റുവട്ടത്തും പച്ചപ്പിൻ്റെതായുമായ ഗന്ധമന മണം, ഗന്ധം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയും അല്ലെങ്കിൽ ഒരു അനുഭവവും അവിടെ ഉണ്ടാവും.
അപ്പോൾ ഒരു പ്രകൃതിയിലുള്ള ചെറിയ മാറ്റം അവിടെ പറയാൻ, അന്തരീക്ഷത്തെക്കുറിച്ചുള്ള സൂചിപ്പിക്കും. മഴക്കാലമാണ് അല്ലെങ്കിൽ മഴ പെയ്തൊരു സമയമാണെന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ ഒരു ഭാഗം കൊടുത്താണ്. അടുത്തത് ഉനേം ബീർ ബഹുട്ടിയോ സെ മിൽന ഹോതാ ഥാ സോ വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നിക്കൽ ആते थे. कस्बे से सटे इन खेतों में बीर बहुटियां गोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियां धरती पर चलती फिरती घून की प्यारी प्यारी बूंदे. उनके बस्ते उनके पीठ पर लदे होते थे, कंधों पर टगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहुटियां गोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. उन्हें അവർ ആരോ രണ്ടുപേരെയാണ് അവിടെ നമ്മൾ ചിത്രത്തിൽ കാണാൻ, രണ്ട് കുട്ടികളാണ്. ഉനേം ബീർ ബഹൂട്ടിയോ സെ മിൽന ഹോതാ ഥാ, അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണം എന്ന് ഉണ്ടായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തെ थे. അതുകൊണ്ട് ബീർ ബഹൂട്ടിയെ കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് അവർ വീട്ടിൽ നിന്നും കുറച്ചുകൂടി നേരത്തെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പതിവിൽ വിരുദ്ധമായി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി. കസ്ബേ സെ സട്ടേ ഇൻ ഖേത്തോമേ, കസ്ബ പറഞ്ഞ ചെറിയ പട്ടണം, അതിനോട് ചേർന്ന്, സട്ടേമ ചേർന്നിരിക്കുന്ന, ഇൻ ഖേത്തോമേ ഈ വയലുകളിൽ, ഈ കൃഷിയിടങ്ങളിൽ, ബീർ ബഹുട്ടിയാൻ ഗോജ കർത്തേതി. അപ്പം മഴക്കാലത്ത് മഴ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാലൊക്കെ ചെറിയ ചെറിയ പ്രാണികളെ കൃഷിയിടത്തിലുണ്ട്. അപ്പോൾ ഈ ബീർ ബഹൂട്ടിയെ കാണാൻ ഇത്തിരി ഭംഗിയുള്ളത് കൊണ്ട് ഈ കുട്ടികളെപ്പോഴും ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ ആ റോഡിനോട് ചേർന്ന, ചെറിയ പട്ടണത്തോട് ചേർന്നുള്ള കൃഷിഭൂമിയിൽ വന്ന് ഗോജ കർത്തേതി, ബീർ ബഹൂട്ടികളെ അന്വേഷിക്കാറുണ്ട്. ഗോജ നമ്മൾ അന്വേഷിക്കുക, അതിനെ തപ്പിക്കൊണ്ടിരിക്കാറുണ്ട്. അതിൻ്റെ ശരീരം പറയാണ് ഈ ബീർ ബഹൂട്ടി എങ്ങനെയുള്ളതാണ്. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയം. സുർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിഷ് നിറം, ചുവന്ന നിറം, മുലായം മിനുമിനുത്തത് അല്ലെങ്കിൽ മിനുസമുള്ളത്, ഗദ്ബദി വെൽവെറ്റ് പോലെ എന്നൊക്കെ പറയും, നല്ല പതുപതുത്തതായ ശരീരമുള്ള ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഘൂനിക്ക് പ്യാരി പ്യാരി ബൂന്തേം. ബൂന്തേം തുള്ളികൾ, ഘൂൻ രക്തം, രക്തത്തുള്ളികൾക്ക് ജീവൻ വെച്ചാൽ എങ്ങനെ നടന്നു പോകുക, അതേപോലെയുള്ള നിറമുള്ള ബീർ ബഹൂട്ടികൾ. ഉനിക്ക് ബസ്തേ ഉനിക്ക് പീഠ് പർ ലദേ ഹോതേ, കുട്ടികളുടെ ബസ്തേ ബാഗ്, സ്കൂൾ ബാഗ് പീഠ് പർ പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. കന്ധം പർ ടഗി ഹോതേ, അതുപോലെ ഷോൾഡറിലും തൂക്കിയിട്ട്, അപ്പോൾ ചുമലിലായിട്ട് കുട്ടികളുടെ പുറത്തായിട്ടും ഒക്കെ ആയിട്ട് സ്കൂൾ ബാഗ് ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ബാഗ് ഉണ്ടാവുമല്ലോ, അതേപോലെ സ്കൂൾ ബാഗ് ഇട്ടിട്ടുണ്ട്. വേ ഏക് ദൂസരേക്ക് ബഹുത് നസ്ദീക് രഹത്തെ, രണ്ടുപേരും നസ്ദീക് അടുത്ത്, സമീപത്ത്, രണ്ടാൾ അടുത്തടുത്ത് ഇരുന്നു കൊണ്ട്, ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സട്കർ, നല്ലോണം അടുത്ത് ഇരുന്നു കൊണ്ട് ബീർ ബഹൂട്ടിയാൻ ഗോജ്തേ, ഈ ബീർ ബഹൂട്ടികളെ അവര് അന്വേഷിച്ചു കൊണ്ടിരുന്നു. മണ്ണില് ഇരിക്കുകയാണ്, അവർ നല്ല പോലെ ചേർന്നിരുന്നു കൊണ്ട്. അതെങ്ങനെയാ ഇരിക്കണേ, ഉനേൻ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ, ആ പ്രാണികളെ കാണാൻ വേണ്ടി വളരെ അടുത്ത് ചേർന്നിരിക്കുകയാണ്. അതെങ്ങനെ, നനവുള്ള ഈർപ്പം നിറഞ്ഞ ആ മണ്ണിലെ അവര് ഇരുന്നു കൊണ്ട്, ബേഡ്ജായ ഇരുന്നു കൊണ്ട് ഈ ചെറിയ പ്രാണികളെ അവര് നോക്കാനായിട്ട്, തൊട്ട് നോക്കാനൊക്കെ ആയിട്ട് അവിടെ വന്നു എന്ന് പറയാണ്. അപ്പൊ അവർ ആരാണ്? രണ്ട് കുട്ടികളാണ്, മനസ്സിലായി. ഞാൻ എന്താ അവരുടെ പേര് പറയാം. ബേല ദേഖോ ഇസ് ബീർ ബഹൂട്ടിയോ കാ രംഗ് തുമാരെ റിബൺ കെ ജൈസെ ലാൽ ഹെ, സാഹിലിനെ കഹാ. അപ്പൊ ആരായിരിക്കും രണ്ട് കുട്ടികള്? സാഹിൽ, ബേല. അപ്പൊ സാഹിൽ എന്ന ആൺകുട്ടി ബേല എന്ന പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ദേഖോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ്, ഈ ബീർ ബഹൂട്ടികളുടെ നിറം, തുമാരെ റിബൺ കെ ജേസെ, നിന്റെ റിബണിന്റെ പോലെ തന്നെ, ലാൽ റെഡ് കളർ, ചുവന്ന നിറമാണല്ലോ. സാഹിൽ ചോദിച്ചു. തുമ്നെ കുച്ച് സുന ബേല, ഇത് പറഞ്ഞപ്പോ കുട്ടിക്ക് യാതൊരു റിയാക്ഷനും മിണ്ടാതിരിക്കണപ്പോ ചോദിക്കാണ്, തുമ്നെ കുച്ച് സുന, നീ എന്തെങ്കിലും കേട്ടോ ചോദിച്ചു. അപ്പൊ കുട്ടി പറയണ, ഹാ സുന പെഹലി ഗണ്ടി ലഗ് ഗയി, ആ ഫസ്റ്റ് ബെല്ല് അടിച്ചതാണ് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ബർവാനി ഹേ ദുക്കാൻ സേ. അപ്പൊ സാഹിൽ പറയാണ്, എനിക്ക് പക്ഷേ എന്താ പറയാ, പേനയിൽ മഷി നിറയ്ക്കണല്ലോ, കടയിൽ പോയിട്ട് അത് പേന മഷി കഴിഞ്ഞു എന്ന് പറയാണ്. 1981 കാ സാൽ, 1981 കാലഘട്ടം. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. അപ്പൊ പറയാണ് 1981 കാലഘട്ടം
രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക്, രാജസ്ഥാനിലെ ജയ്പൂരിനോട് അടുത്തായിട്ട്, നസ്ദീക് സമീപം, അടുത്ത്, സവാരി ഗാഡിയാം ഓർ മാൽഗാഡിയാം യാത്ര ചെയ്യാനുള്ള വണ്ടികളും അതുപോലെ തന്നെ ചരക്കു വണ്ടികളും, മാൽഗാഡി ചരക്ക് സാധനങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഫുലേര എന്ന് പേരായ ജംഗ്ഷൻ, ഒരു സ്ഥലം. അവിടെ കസ്ബേക്ക് ലെഗ്ബഗ് സുനി തങ്കലിയാം, അതുപോലെ തന്നെ പറയാണ് ചെറിയ പട്ടണം, അതുപോലെ സുനി തങ്കലിയ ഇടുങ്ങിയതാണ്. അപ്പോൾ ഇത് വളരെ മോശമായ സാഹചര്യം അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ ഒരു തെരുവ്. ഗലിയോമേ ഖാമോഷ് ഘടേ ബിജ്ലി കെ ഖംബെ, ആ തെരുവുകളിൽ ബിജ്ലി കെ ഖംബെ കറണ്ടിന് വേണ്ടി ആവശ്യമുള്ള വൈദ്യുതിക്കാലുകളുണ്ട്, പോസ്റ്റുകൾ ഉണ്ട് എങ്കിലും അതെങ്ങനെ ഖാമോഷ് നിശബ്ദമായിട്ട് പറയുന്നതാ, അത് ഉപയോഗമില്ല, അതില് കറണ്ടൊന്നും ലൈറ്റൊന്നും ബൾബൊന്നും ഇട്ടിട്ടില്ല, അപ്പൊ വെറുതെ പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. ഖംബോ കെ ബീച്ച് ഖീഞ്ചി താരോ കെ കത്താരയും, പക്ഷേ ബൾബൊന്നും ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ, കറണ്ട് പാസ് ചെയ്യാൻ സൗകര്യമുള്ള ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്. താർമനോ കമ്പി എന്നൊക്കെ അർത്ഥം, ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഖാമോഷ് എന്നിവയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്താരയും വരി വരിയായിട്ട് എന്നർത്ഥം. ഇൻ ഗലിയോമേ ജഹാൻ തഹാൻ ദിക്കായി പടുത്തെ മീട്ടി ഘണ്ടിയാം ബജാത്തെ ഫേരി വാലെ. അപ്പൊ പറയണ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെങ്ങനെ ഈ നിങ്ങൾക്ക് കാണാം ബെല്ലടിച്ചുകൊണ്ട് ഈ ബോംബെ മിഠായിയും അല്ലെങ്കിൽ ഈ പഞ്ഞി മിഠായിയൊക്കെ വിൽക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലും കാണാം. അങ്ങനെ ബെല്ലടിച്ചുകൊണ്ടാണ് നടക്കുക. അതേപോലെ ആ തെരുവുകളിൽ മിഠായിയൊക്കെ വിറ്റ് നടക്കുന്ന ഫേരി വാലെ, അലന്തിരിഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയാണ് അങ്ങനെ പറയാം. एक अंधेरी सी गली में 6-7 गधों की गुरों की टापों की आवाज़ें, അതുപോലെ തന്നെ പറയാണ് ഒരു ഇരുട്ടടഞ്ഞ ഒരു തെരുവാണ്, അതിലൂടെ 6-7 കഴുതകൾ നടന്നു പോകുക. ഗധ കഴുത, ടാപ്പ് കുളമ്പടി, അവരിങ്ങനെ കൂട്ടമായി നടന്നു പോകുമ്പോൾ അവരെ കുളമ്പടി ശബ്ദവും കേൾക്കുന്ന ഒരു കാഴ്ച ഉണ്ട്, അല്ലെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കാം. ഉനിക്കെ പീച്ചെ ചെൽത്ത ഏക് ബദൻ ഉഖാഡെ കുംഹാർ, അതുപോലെ തന്നെ അർദ്ധനഗ്നായ അവനൊരു മുണ്ട് മാത്രം എടുത്ത് നടക്കുന്ന ഒരു കുശവൻ, കുംഹാർ എന്ന് പറഞ്ഞാൽ കുശവൻ, അദ്ദേഹവും നടന്നു പോകുന്ന ഒരു കാഴ്ച. ഈ ദൃശ്യക്കെ ബീച്ച് ഗുസർത്തെ ഹുവേ ദോ സ്കൂളി ബച്ച്, ഇതാണ് ആ തെരുവിൻ്റെതായ ഒരു കാഴ്ച. അതിലൂടെ നടന്നു പോകുന്ന ദോ സ്കൂളി ബച്ച്, 2 സ്കൂൾ കുട്ടികൾ, ആരൊക്കെ ആയിരിക്കാം? ബേല ഓർ സാഹിൽ, ആ 2 കുട്ടികൾ ബേലയും സാഹിലും. ഉൻ ദിനോ പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാതി ഥി, ആ കാലഘട്ടത്തിലെ 5 പൈസയ്ക്ക് പേനയിൽ നീലമഷി നിറച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം, ഈ ഫില്ലറൊക്കെ വെച്ചിട്ട് നിറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പേനയിലെ മഷി കഴിഞ്ഞു നിറയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ, ആ മഷി നിറയ്ക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ആ തെരുവിലത്തെ കുറച്ച് കാഴ്ചകളാണ് പറഞ്ഞത്. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേതെ, ഡ്രോപ്പർ എന്നാ പറയാ മഷി നിറയ്ക്കുന്ന സാധനത്തെ, അതിലൂടെ മഷി നിറച്ച് ഈ നിബ് പേനയിൽ മഷി നിറച്ച് കൊടുക്കാറുണ്ട് സ്റ്റേഷനറി കടകളിൽ. സ്യാഹി മഷി. ഓക്കെ, താങ്ക് യു. ഇത്രയും ഭാഗം നല്ല പോലെ വായിച്ച് പഠിക്കുക. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തരാം. നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ പാഠം എന്തായാലും പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നല്ലപോലെ പഠിക്കുക. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏകദേശം തരാം. ഓക്കെ, താങ്ക് യു.